മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കുറേ വ്യക്തികൾ, പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റിലുള്ള സാധാരണ ജോലിക്കാര്, പല ക്യാമ്പുകളിലുമെല്ലാം താമസിക്കുന്നവര് ഇവിടെ യൂട്യൂബ് കാണുമ്പോൾ അവർ റിക്വസ്റ്റ് ചെയ്തിരുന്നു, ഈ ധർമ്മ ന്യൂസിൽ പറയുന്ന കാര്യങ്ങൾ മലയാളത്തിലും കൂടി പറയണം, ഞങ്ങൾക്കത് വളരെ താല്പര്യമുണ്ടെന്ന്. ഇത് ഇംഗ്ലീഷിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ധർമ്മ ന്യൂസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ ഉണ്ടെങ്കിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് www.dharmanews.in ക്ലിക്ക് ചെയ്താൽ ഇത് മുഴുവൻ വായിക്കാം. എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. dharmaradiyo.in അല്ലെങ്കിൽ dharmaradiyo.net അതിലൂടെ പോയി 24 മണിക്കൂർ സ്പീച്ചസ് കേൾക്കുകയും ചെയ്യാം. CD-യോ പെൻഡ്രൈവോ വാങ്ങിക്കുകയും വേണ്ട. ഇന്റർനെറ്റ് കണക്ഷൻ വേണമെന്നേ ഉള്ളൂ, മൊബൈലിലൂടെ കേൾക്കാൻ സാധിക്കും. ഞാൻ ഭാരതത്തിന്റെ ഡിഫൻസ് ന്യൂസ് മലയാളത്തിൽ കുറച്ച് വായിക്കാം. ഇംഗ്ലീഷിൽ വായിച്ചതാണ്. ഭാരതം സ്വന്തമായിട്ട് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈല് ഡിസൈൻ ചെയ്ത് 4 എണ്ണം വിക്ഷേപിച്ചു. 5-മത്തേത് വളരെ ദൂരെ പോകാവുന്ന ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലാണ്. ഭാരതത്തിൽ നിന്ന് വിക്ഷേപിച്ചാൽ ബെയ്ജിംഗ് വരെ, ചൈനയിലെ തലസ്ഥാനം വരെ എത്താൻ കപ്പാസിറ്റിയുള്ള ICBM ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈല് ഉടനെ വിക്ഷേപിക്കുന്നുണ്ടായിരിക്കും. ഇന്ത്യയിലും പാകിസ്ഥാനും തമ്മിലുള്ള ബോർഡർ തർക്കത്തിൽ ഈ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ മുഴുവനും ഇസ്രായേലുകാര് അവരുടെ രാജ്യത്തിനെ എങ്ങനെയാണോ ബോർഡർ സെക്യൂരിറ്റിയിലൂടെ സംരക്ഷിക്കുന്നത്, അതേ സിസ്റ്റം ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ ഇന്ത്യ സ്ഥാപിക്കുന്നുണ്ട്. ടെററിസ്റ്റിനെ കടത്തിവിടാതിരിക്കാനും ഒരു കാരണവശാലും പാകിസ്ഥാനിൽ നിന്ന് ആക്രമണം ഉണ്ടാവാതിരിക്കാനും ഇസ്രായേലിന്റെ ടെക്നിക്ക് ഭാരതത്തിൽ നമ്മൾ പ്രയോഗത്തിൽ വരുത്തുന്നു. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഹോക്ക് എന്ന വിഭാഗത്തിൽപ്പെടുന്ന അഡ്വാൻസ്ഡ് വിമാനങ്ങൾ 30 എണ്ണം അടുത്ത വർഷം തന്നെത്താൻ ഇവിടെ ഉണ്ടാക്കും. മെയ്ക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ട് വിദേശത്തെ ടെക്നോളജി ഉപയോഗിച്ച് ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള യുദ്ധവിമാനങ്ങൾ പറത്താൻ പരിശീലിപ്പിക്കാൻ, ആണുങ്ങളെയും പെണ്ണുങ്ങളെയും പരിശീലിപ്പിക്കാൻ ഇന്ത്യയിലെ ട്രെയിനിങ് വിമാനങ്ങൾ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഭാരതവുമായിട്ടുള്ള ബന്ധം അമേരിക്ക ലോകത്തിലെ മറ്റേത് രാഷ്ട്രവുമായിട്ടുള്ള ബന്ധത്തെക്കാളും പവർഫുൾ ആയിട്ട് ഭാരതത്തിന് ഇമ്പോർട്ടന്റ് പസഫിക് പവർ എന്ന പേരില് ഭാരതത്തിന്, ശരിക്കും ഭാരതം പസഫിക് ഓഷ്യനിലല്ല, എന്നാലും ഇമ്പോർട്ടന്റ് പസഫിക് പവർ എന്ന പേരില് ഭാരതത്തിന് വേണ്ട എല്ലാ ഹെൽപ്പും അമേരിക്ക നൽകുന്നതായിരിക്കും. ഇന്ത്യ വിയറ്റ്നാം എന്ന രാജ്യത്തിന്, ചൈന അവരുടെ വിസ്തൃതി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഭാഗത്താണ്. അത് തടയിടാൻ വിയറ്റ്നാം, കൊറിയ, കംബോഡിയ, തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക് അസാധാരണമായ മിലിറ്ററി സപ്പോർട്ട് കൊടുത്തിട്ട് ഭാരതം ആ രാജ്യവുമായിട്ടുള്ള ബന്ധം വളരെയധികം ദൃഢമാക്കും. ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് എന്ന ഭാരതത്തിലെ സ്ഥാപനം ഏറ്റവും വലിയ നേവൽ കപ്പലുകളും ഉണ്ടാക്കാനുള്ള പദ്ധതി ഏറ്റെടുത്തിട്ടുണ്ട്. 3-4 കപ്പലുകൾ ഉണ്ടാക്കാനുള്ള പദ്ധതി ഏറ്റെടുത്തിട്ടുണ്ട്. ഇതിൽ 7 കപ്പലുകൾ 2020 സർവീസിൽ വരും. ഇത്രയും കാലം നമ്മൾ യുദ്ധക്കപ്പലുകൾ ഉണ്ടാക്കാൻ വിദേശ രാജ്യങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത്. അടുത്തത് ഭാരതത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂക്ലിയർ ഫ്യൂവല് ലഭിക്കാൻ ഡോക്ടർ മൻമോഹൻ സിംഗ് എത്രയാ പാടുപെട്ടിരുന്നത്. ഓരോ രാജ്യത്തിലേക്ക് ചെന്ന് ഒരു പത്രത്തിൽ ഞാൻ വായിച്ചിരുന്നു, ഡിഫൻസ് ന്യൂസിൽ തന്നെയാണ് വായിച്ചത്, സൂപ്പർ ബെഗർ ഈസ് ബിക്കമിങ് സൂപ്പർ പവർ. നമ്മൾ ന്യൂക്ലിയർ ഫ്യൂവൽ കിട്ടാൻ വേണ്ടി എത്ര രാജ്യങ്ങളുടെ മുമ്പിൽ ചെന്നിട്ടാണ് കൈനീട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ വളരെ ഗംഭീരമായി 60 ടൺ ന്യൂക്ലിയർ ഫ്യൂവല് റഷ്യയിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച ഭാരതത്തിലെത്തി. എത്ര ന്യൂക്ലിയർ ഫ്യൂവൽ വേണമെങ്കിലും ഭാരതത്തിന് ലഭിക്കാൻ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ന്യൂക്ലിയർ ഫ്യൂവൽ ഭാരതത്തിൽ തന്നെത്താനെ ഉണ്ടാക്കാൻ ന്യൂക്ലിയർ ഫ്യൂവൽ കോംപ്ലക്സ് NFC ഡൽഹിയിൽ എല്ലാ പ്രോജക്റ്റും ആവിഷ്കരിച്ചിരുന്നു. നമ്മൾ ആരുടെ മുമ്പിൽ പോയിട്ടും ഇനി കൈനീട്ടി ബെഗറാവേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഭാരതത്തിന് ആവശ്യമായിട്ടുള്ള 7.62 × 5.1 ഗൺ, ഇത്രയും വലിയ തോക്ക്, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള തോക്ക് നമ്മൾ ഇന്ന് വിദേശങ്ങളിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്തിരുന്നത്. ഇപ്പൊ സ്വന്തമായിട്ട്
ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്ത് ശത്രുക്കളെ നശിപ്പിക്കാനും എപ്പോൾ വേണമെങ്കിലും നിർത്താനും എവിടേക്ക് വേണമെങ്കിലും ക്യാരി ഓവർ ചെയ്യാനുള്ള ഗൺ ഇന്ത്യ എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ ഇന്ത്യ ഉണ്ടാക്കാനുള്ള പ്രൊജക്ടുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ന്യൂക്ലിയർ സെയിൽസ് ഗ്രൂപ്പിൽ ഭാരതത്തിന് അഡ്മിഷൻ കിട്ടാൻ, ഈ ഡിസംബറിനുള്ളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടതെല്ലാം ചെയ്യുമെന്ന് അമേരിക്കയിലെ വിദേശകാര്യ സെക്രട്ടറി ജോൺ കെറി പറഞ്ഞിട്ടുണ്ട്. അമേരിക്ക ഫുൾ സപ്പോർട്ട് തരുന്നുണ്ടായിട്ട്. പഞ്ചാബ് റെജിമെന്റ് ആർമിയുടെ പുതിയ വിങ്, ശക്തമായിട്ടുള്ള വിങ്, സർദാർജിമാരുടെ സിഖുകാരുടെ വിങ് പുതിയതായിട്ട് റീസ്ട്രക്ചർ ചെയ്തു ഉണ്ടാക്കി. അൾട്രാ മോഡേൺ ഉപകരണത്തോടുകൂടി ഭാരതത്തിന്റെ ചുറ്റുമുള്ള രാജ്യങ്ങൾ ഭാരതത്തിലേക്ക് ആക്രമിച്ച് കയറുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള തടസ്സവുമില്ലാതെ അടിച്ചു വീഴ്ത്താനുള്ള പഞ്ചാബ് റെജിമെന്റിനെ പുതിയതായിട്ട് സ്ഥാപിച്ചു. തേജസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന സൂപ്പർ ഫൈറ്റർ വിമാനങ്ങൾ 20 എണ്ണം 2018 ഭാരതത്തിലെ എയർഫോഴ്സിന്റെ കൂട്ടത്തിൽ ഭാരതത്തിൽ ഉണ്ടാക്കിയത് ഭാരതത്തിന്റെ എയർഫോഴ്സിന്റെ ഭാഗമായി തീരും. ഭാരതത്തിന് മിസൈൽ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യാൻ കഴിവുള്ളത് കൊണ്ട്, ചൈനയ്ക്ക് അതിന് പെർമിഷൻ ഇല്ലാത്തത് കൊണ്ട് ഭാരതത്തിലേക്കും ഭാരതത്തിന്റെ ചുറ്റുപാടുമുള്ള രാഷ്ട്രങ്ങളിലേക്കും ചൈനയുടെ മിസൈൽ ആക്രമണങ്ങൾ വരികയാണെങ്കിൽ തടയാനായിട്ട് ഭാരതത്തിലെ മിസൈല് ബ്രഹ്മോസ് APJ അബ്ദുൽ കലാം എല്ലാം വികസിപ്പിച്ച മിസൈലുകള് ലോകരാഷ്ട്രങ്ങൾക്ക് വിൽക്കാൻ ഒരു വലിയ ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റായിട്ട്, യുദ്ധ ഉപകരണങ്ങൾ വിൽക്കുന്ന ഒരു ഹബ്ബായിട്ട് ഭാരതത്തെ മാറ്റാൻ ഭാരതത്തിലെ ഡിഫൻസ് മിനിസ്ട്രി തീരുമാനിച്ചു. അതേപോലെ തന്നെ ഇന്ന് വരെ പതിവില്ലാത്ത വിധത്തിൽ ജമ്മു കാശ്മീരിന്റെ സെക്യൂരിറ്റി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നേരിട്ട് ചെയ്യാണ് പതിവ്. ഇപ്രാവശ്യം ജമ്മു കാശ്മീരിലെ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് ജമ്മു കാശ്മീരിൽ ഈ മുഫ്തി സയ്യദ് മുഹമ്മദിന്റെ മകള് ചീഫ് മിനിസ്റ്ററായിട്ട് അവരുടെ സാന്നിധ്യത്തിൽ BSFും ജമ്മു ആൻഡ് കാശ്മീരിലെ പോലീസുകാരും മിലിറ്ററിയും ഒരുമിച്ച് ചേർന്ന് പാകിസ്ഥാൻ ഇൻവേഷൻ തടയാനുള്ള വലിയ പ്രോഗ്രാമുകൾ നല്ല സ്ട്രോങ് ആയിട്ട് സ്ഥാപിച്ച് കഴിഞ്ഞ ആഴ്ച വലിയ മീറ്റിംഗ് നടന്നു. സദേൺ നേവൽ കമാൻഡന്റ് കൊച്ചിയിലുള്ളത് വളരെയധികം ശക്തീകരിക്കുകയും അത് നമ്മുടെ കടലിലൂടെ ഭാരതത്തിലേക്ക് ഉണ്ടാകാവുന്ന ഏത് ആക്രമണവും തടയാൻ പാകത്തിന് വികസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഭാരതത്തിന് ചുറ്റും, അത് പാകിസ്ഥാനിൽ നിന്നായാലും ചൈനയിൽ നിന്നായാലും ബംഗ്ലാദേശിൽ നിന്നായാലും മറ്റേത് രാജ്യത്തിൽ നിന്നായാലും കരവഴിക്കുണ്ടാകുന്ന ആക്രമണത്തെ പൂർണ്ണമായിട്ടും തടയാനായിട്ട് BSF ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ ബൗണ്ടറി സെക്യൂരിറ്റി ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റുകൾ വാങ്ങിച്ച് സ്ഥാപിച്ചു കഴിഞ്ഞു. അരുണാചൽ പ്രദേശിലേക്ക് ചൈന ഇൻവേഡ് ചെയ്ത് കയറാതിരിക്കാനും ബർമ്മ വഴിക്കോ മറ്റേതെങ്കിലും വഴിക്കോ ഭാരതത്തിലേക്ക് വിദേശ രാജ്യങ്ങൾ കയറാതിരിക്കാനും പാകത്തിന് ഭാരതത്തിന്റെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന് ആവശ്യമായിട്ടുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസും റേഡിയോ റഡാർസും റേഡിയോ സൗണ്ട് സിസ്റ്റവും വെപ്പൺസും ഇലക്ട്രോ ഒപ്റ്റിക്കൽ സെൻസേഴ്സും മൈക്രോ എയറോസ്റ്റാറ്റ്സും എല്ലാം ഭാരതത്തിന്റെ സെക്യൂരിറ്റി ബൗണ്ടറിയിൽ സ്ഥാപിച്ചു. ഇതെല്ലാം വായിക്കുമ്പോൾ എനിക്ക് തോന്നാറുള്ളത് 5 or 10 വർഷം AK ആന്റണി എന്ന് പറഞ്ഞ് അച്യുതാനന്ദന് ഒരു പ്രത്യേക പേരിട്ട AK ആന്റണി എന്ന് പറഞ്ഞ ഡിഫൻസ് മിനിസ്റ്റർ അവനവന്റെ രോഗം മാറ്റാൻ മിലിറ്ററി ആശുപത്രിയിൽ ചെന്ന് സർജറി ഫ്രീ ആയിട്ട് നടത്തിയതല്ലാതെ നമ്മുടെ ഭാരതത്തിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം എന്ന് പറയാൻ പോലും ഒരു യോഗ്യതയില്ലാത്ത മനുഷ്യൻ ഭാരതത്തിലെ സെക്യൂരിറ്റിയെയും ഭാരതത്തിലെ ആർമിയെയും നേവിയെയും എയർഫോഴ്സിനെയും കൊന്നു കുഴിച്ചു മൂടി ആ ഒരു ഭാരത സായുധ സേനയെ പുനർജനിപ്പിക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്ന. ചൈന നമ്മുടെ വാതിൽക്കൽ വന്ന് നിൽക്കുകയാണ്, പാകിസ്ഥാൻ നമ്മുടെ വാതിൽക്കൽ വന്ന് നിൽക്കുകയാണ്. പാകിസ്ഥാനികൾ ബംഗ്ലാദേശിലൂടെ ഭാരതത്തിലേക്ക് നുഴഞ്ഞു കയറാനും ശ്രമിക്കുന്ന വേളയിൽ ആ AK ആന്റണി എന്ന് പറയുന്ന ഡിഫൻസ് മിനിസ്റ്റർ ചെയ്തു കൂട്ടിയ കൊള്ളരുതായ്മ, ഉറങ്ങുകയായിരുന്നു അയാൾ. ശരിക്ക് ഈ രാഷ്ട്രത്തെ തിരിച്ചു കൊണ്ടുവരാൻ എത്രയായി ഇപ്പോൾ വർക്ക് ചെയ്യേണ്ടി വരിക. ശരിക്കും ഇന്ത്യൻ മിലിറ്ററിക്കാർ പറയുന്നത് ഭാരതം 40 വർഷം പുറകിലാണെന്നാണ്. അത് ഈ മനുഷ്യൻ, അദ്ദേഹത്തിനെ കുറിച്ച് BS അച്യുതാനന്ദൻ ഒരു പേര് പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ പറയണില്ല. നമ്മുടെ നാടിനെ കുറിച്ച് ഒന്നും ചിന്തിക്കാതെ ഇറ്റലിക്കാരിക്കും ഇറ്റലിക്കാരിയുടെ മന്ദബുദ്ധിയായിട്ടുള്ള മകനും ഇനി സൗന്ദര്യമുള്ള മകൾക്കും വേണ്ടി മാത്രം ജീവിച്ച ഒരു ഡിഫൻസ് മിനിസ്റ്റർ ഭാരതത്തെ 40 വർഷം പുറകോട്ട് കൊണ്ടുപോയി.
ഇനി ആ ഭാരതത്തെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്നതാണ് ഈ പറഞ്ഞ ഡിഫൻസ് ന്യൂസ്. ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ കൊളാബറേറ്റ് ചെയ്തിട്ട് എല്ലാവിധത്തിലുള്ള ന്യൂക്ലിയർ ടെക്നോളജിയും എല്ലാവിധത്തിലുള്ള മിസൈലുകളും മുങ്ങിക്കപ്പലുകളും ഭാരതത്തിന് ഇസ്രായേലിൽ നിന്ന് ലഭ്യമാകും. ശരിക്കും കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം സീറോയിലേക്ക് എത്തിച്ചതാണ്. ബന്ധമേ ഇല്ലാതെ ഇസ്രായേലിനെ ശത്രുക്കളായിട്ട് കണ്ടതാണ്. ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് നേരെ തിരിഞ്ഞിരിക്കുന്നു. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അതിനെതിരെ ഒന്നും പറയുന്നുമില്ല. ഇസ്രായേല് 3 ഇന്ത്യൻ കമ്പനികളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ ഭാരതത്തിന് ആവശ്യമായിട്ടുള്ള വിമാന യുദ്ധ സംവിധാനങ്ങളെല്ലാം ഇവിടെ ഉണ്ടാക്കാൻ ഇസ്രായേൽ എല്ലാ വിധത്തിലുള്ള ഹെൽപ്പും തരുന്നുണ്ട്. ഇവിടെ മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രോജക്റ്റുമായി ധാരാളം ആൾക്കാർക്ക് തൊഴിലുമായി ഇൻവെസ്റ്റ്മെന്റുമായി ഭാരതത്തിലെ സായുധ സേന, പ്രത്യേകിച്ച് നമ്മുടെ എയർഫോഴ്സ് 2 വർഷത്തിനുള്ളിൽ ലോകത്തിലെ ടോപ്പ് എയർഫോഴ്സ് ആക്കി മാറ്റാനും ഇസ്രായേൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിട്ട്. പിന്നെ സർഫസ് ടു സർഫസ് മിസൈല് ഭാരതത്തിലെ ഒറീസയിൽ നിന്ന് ഒരു ദിവസം 3-4 മിസൈല് ലോഞ്ച് ചെയ്ത് DRDOയും മറ്റും വികസിപ്പിച്ചെടുത്ത മിസൈലുകൾ പരീക്ഷണം നടത്തുന്നുണ്ട്. ബ്രഹ്മോസ് എന്ന മിസൈല് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. വളരെയധികം ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് വികസിച്ചുകൊണ്ടിരിക്കുന്നു. ഭാരതത്തിലെ ഏത് ഡിഫൻസ് കാര്യങ്ങളും ബോർഡറിലുള്ളത് മാനേജ് ചെയ്യാൻ സാറ്റലൈറ്റ് പിക്ചർ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റം ഓസ്ട്രേലിയയിൽ നിന്ന് വരുത്തി ഭാരതം, ഇന്ത്യ, പാകിസ്ഥാൻ, ഇന്ത്യ, ചൈന ബോർഡറിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എവിടെയെങ്കിലും അവിടെ നിന്ന് ആക്രമണം ഉണ്ടായാൽ സാറ്റലൈറ്റിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ് അനുസരിച്ച് ഈ എക്യുപ്മെന്റ് ഏതാണ്ട് 50 കിലോമീറ്റർ ദൂരത്തിൽ നിന്നുള്ള നുഴഞ്ഞു കയറ്റത്തെ തന്നെത്താനെ പ്രതിരോധിക്കാൻ കഴിവുള്ള സിസ്റ്റം. അതുപോലെ തന്നെ പാകിസ്ഥാനിലെ പഴയ ഫോറിൻ മിനിസ്റ്റർ പാകിസ്ഥാൻകാരോട് പറഞ്ഞു, നിങ്ങളുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് തൊട്ട അയൽവക്കത്തുള്ളവരെ പോലും വെറുക്കാനും അവരുമായിട്ട് യുദ്ധം ചെയ്യാനുള്ള മനസ്സാണ് ഇവിടുത്തെ കുട്ടികളിൽ ചെറുപ്പം മുതൽ തന്നെ ഉണ്ടാവുന്നത്. അത് തന്നെ ആയിരിക്കും പാകിസ്ഥാന്റെ വിനാശത്തിന് കാരണം. മറ്റുള്ളവരുമായി സഹകരിച്ചും സഹവർത്തിച്ചും ജീവിക്കേണ്ടതിന് പകരം യുദ്ധം ചെയ്തും എതിർത്തും തീവ്രവാദത്തിലൂടെയും പോകുന്ന ഒരു രാജ്യമായി നമ്മൾ തീരാൻ കാരണം കുട്ടികളിലെ നന്മകളല്ല പഠിപ്പിച്ചിരിക്കുന്നത് എന്ന്. അടുത്തത്, ഭാരതം വളരെ ഉയർന്ന ലെവലിലുള്ള ടോർപിഡോകൾ ഉണ്ടാക്കാനുള്ള ഡിസൈനിങ്ങും മേക്കിങ്ങും കപ്പാസിറ്റിയുള്ള 8 രാഷ്ട്രങ്ങളിൽ ഒരു രാഷ്ട്രമായിട്ട് ഭാരതം മാറിയിരിക്കുന്നു. ശരിക്കും സബ്മറൈൻസിലെ മുങ്ങിക്കപ്പലിലൂടെ ശത്രുക്കളുടെ മുങ്ങിക്കപ്പലുകൾ തകർക്കാനുള്ള ടോർപിഡോ ഉണ്ടാക്കാനും ഡിസൈൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ലോകത്തിൽ 8 രാഷ്ട്രങ്ങൾക്കേ ഉള്ളൂ. അതിലൊരു രാഷ്ട്രമായിട്ട് ഭാരതം മാറിയിരിക്കുന്നു. അതേപോലെ റഷ്യ ഭാരതത്തിന് എല്ലാവിധത്തിലുള്ള വാഗ്ദാനങ്ങളും നൽകിയിട്ടുണ്ട്. എക്കാലവും റഷ്യ ഇന്ത്യയുടെ സുഹൃത്തായിരുന്നു. ഇനിയും ഏത് ആക്രമണം ഏത് രാജ്യത്തിൽ നിന്നുണ്ടായാലും ഭാരതത്തിന്റെ സുഹൃത്തായിട്ട് തന്നെ റഷ്യ ഉണ്ടായിരിക്കും എന്ന് വിവരിച്ചിട്ടുണ്ട്. DRDO, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, ഭാരതത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന റിസർച്ച് ലാബറട്ടറിയാണ്. എന്റെ ഡയറക്ടറായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. പക്ഷെ ആ സ്ഥാപനം ഉറങ്ങിക്കിടക്കായിരുന്നു. അവിടെയുള്ള 10,000-കണക്കിന് ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞന്മാര് 10,000-കണക്കിന് വിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ശാസ്ത്രജ്ഞന്മാര് ഒന്നും ചെയ്യാതെ ഉറങ്ങിക്കിടക്കുന്നതിനെ തട്ടി ഉണർത്തി വലിയ വലിയ ടോർപിഡോകൾ ഉണ്ടാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി. ടോർപിഡോ ഉണ്ടാക്കി. ഇന്ത്യയിലെ DRDO ഉണ്ടാക്കിയ ടോർപിഡോ ഫ്രാൻസിൽ നിന്ന് വാങ്ങിക്കുന്ന മുങ്ങിക്കപ്പലിലും റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്ന മുങ്ങിക്കപ്പലുകളിലും ഫിക്സ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ലോകത്തിലെ ഏത് മുങ്ങിക്കപ്പലുകളും ആയിട്ട് ചേർക്കാൻ സാധിക്കുന്ന ടോർപിഡോ ലോകത്തിൽ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഇന്ത്യയാണ്. ഇങ്ങനെയുള്ള ടോർപിഡോ ഉണ്ടാക്കുന്ന DRDO ആണ്. ഇന്ത്യൻ എയർഫോഴ്സിന് 164 സാമ്പിൾ കിട്ടിയിട്ടുണ്ട്. ലൈറ്റനിങ് ടാർഗറ്റിംഗ് പോഡ് എന്നാണ് അതിന് പറയുക. വിമാനത്തിൽ ഫിറ്റ് ചെയ്തിട്ട് ഭാരതത്തെ ആക്രമിക്കുന്ന കേന്ദ്രങ്ങളെ തന്നെത്താൻ അടിച്ചു വീഴ്ത്താനുള്ള 164 പോഡ്, ശരിക്കും പറഞ്ഞാൽ ബുള്ളറ്റ് മാതിരിയുള്ളതല്ല, ബോംബ് മാതിരി തന്നെ ഉള്ളത്, അത് ഭാരതത്തിന് ലഭിച്ചിട്ടുണ്ട്. ഗ്ലോബൽ എയർക്രാഫ്റ്റ് എഞ്ചിൻ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്, ഗ്ലോബൽ കമ്പനിയാണ് റോൾസ് റോയ്സ് എന്ന കാർ ഉണ്ടാക്കുന്ന കമ്പനി. റോൾസ് റോയ്സ് എന്ന കാർ ഉണ്ടാക്കുന്ന കമ്പനി ലോകത്തിന് ആവശ്യമായിട്ടുള്ള എയർഫോഴ്സിന്റെ വിമാനത്തിന്റെ
എഞ്ചിൻ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ആ കമ്പനി ഭാരതത്തിൽ വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് 2017 ബാംഗ്ലൂർ ഒരു കമ്പനി തുടങ്ങി 500 എയർഫോഴ്സ് എഞ്ചിൻ ഉണ്ടാക്കാനുള്ള മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്തിട്ടുണ്ട്. ഓർമ്മിക്കുക, ധർമ്മ ന്യൂസ് ഞാൻ മലയാളത്തിൽ വായിച്ചതാണ്. അഭിമാനത്തോടുകൂടി ഭാരതം വളരുന്നത് എങ്ങനെയാണെന്ന് ഇവിടുത്തെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും അറിയണം. ഇടതുപക്ഷവും വലതുപക്ഷവും മധ്യപക്ഷവും അറിയണം. നമ്മുടെ രാഷ്ട്രം വളരുന്നത് ഭാരതത്തിലെ 130 കോടി ജനത ഒരൊറ്റ ഭാരതമാതാവിന്റെ മകളാണ്. ആ രാഷ്ട്രത്തെ സംരക്ഷിക്കുകയും രാഷ്ട്രത്തിന്റെ പൈതൃകത്തിൽ അഭിമാനിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ്. ആ രാഷ്ട്രത്തിനകത്ത് നിന്നുള്ള തീവ്രവാദമാണ് പുറത്തു നിന്നുള്ള സൈനിക ആക്രമണത്തെക്കാളും ഭീകരം. ശരിക്കും പുറത്തു നിന്നുള്ള രോഗാണുക്കളെ നമുക്ക് തടയാൻ സാധിക്കും, അകത്തുള്ള ക്യാൻസറിനെ തടയാനാണ് ബുദ്ധിമുട്ട്. അതുകൊണ്ട് അകത്തുള്ള ക്യാൻസറിനെയാണ് ആദ്യം തടയേണ്ടത്. നമ്മുടെ രാഷ്ട്രത്തെ തീവ്രവാദത്തിൽ നിന്ന് മുക്തമാക്കണം, വളർത്തണം. അതുകൊണ്ട് ഓർമ്മിക്കുക, നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി ജീവിക്കാനും അത് തന്നെയാണ് നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നത് പോലെ നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ ധർമ്മത്തിന്, നമ്മുടെ സംസ്കാരത്തിന് വേണ്ടി ജീവിക്കാൻ ലോകത്ത് എവിടെയുമുള്ള ഭാരതീയർക്ക് സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.